തലയോലപ്പറമ്പിൽ പണമിടപാടുകാരനെ കൊലപ്പെടുത്തി കുഴിച്ചിട്ട കേസിൽ പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ പോകുമെന്ന് കുടുംബം. അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം മാറി മാറി വന്നത് കേസിൽ തിരിച്ചടിയായെന്ന് കുടുംബം പറയുന്നു. 2008 നടന്ന സംഭവത്തിൽ പ്രതിയെ അനീഷിനെ തെളിവുകളുടെ അഭാവത്തിൽ കഴിഞ്ഞ ദിവസമാണ് കോടതി വെറുതെ വിട്ടത്. സിനിമാ സ്റ്റൈൽ കൊലപാതകമായിരുന്നു ആ കൊലപാതകം. മാത്യു കൊലക്കേസ് 2008 തിരോധാന കേസ് 2016 കൊലക്കേസായി മാറുന്നത്. ആ കേസിന്റെ നാൾ വഴികളിലേക്ക് കടക്കും. 2008 സിനിമാ കഥകളെ വെല്ലുന്ന ഈ സംഭവത്തിന്റെ ആദ്യ അധ്യായം തുടങ്ങുന്നത്. തലയോലപ്പറമ്പിലെ പണമിടപാടുകാരനായ മാത്യൂസിനെ ആ ഇടയ്ക്ക് കാണാതാകുന്നു. വീട്ടുകാർ പലയിടത്തും അന്വേഷിച്ചു, പോലീസിൽ പരാതി നൽകി, പക്ഷേ കണ്ടെത്താനായില്ല. പണമിടപാടുകാരനായതുകൊണ്ട് തന്നെ എവിടേക്കെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കുമെന്നാണ് ആദ്യം കരുതിയത്. അതുകൊണ്ട് തന്നെ പോലീസ് കാര്യമായി അന്വേഷിക്കാനും പോയില്ല. പിന്നീട് 2016 ഈ കേസിൽ വലിയ ഒരു വഴിത്തിരിവുണ്ടാകുന്നത്. മറ്റൊരു കേസിൽ ജയിലിൽ കഴിയവേ സഹതടവുകാരനോട് ഈ കൊലപാതകത്തെക്കുറിച്ച് കുറ്റാരോപിതനായ അനീഷ് വെളിപ്പെടുത്തൽ നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തലയോലപ്പറമ്പിൽ ഒരു കെട്ടിടത്തിനടിയിൽ കുഴിച്ചിട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. DNA പരിശോധനയിൽ ഇത് കാണാതായ മാത്യൂസിന്റേതാണെന്ന് സ്ഥിരീകരിച്ചു. തുടർന്ന് 10 വർഷം നീണ്ട വിചാരണ. ഈ വിചാരണ വേളയിൽ സാഹചര്യ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. ഇതേ തുടർന്നാണ് കുറ്റാരോപിതനായ അനീഷിനെ കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത്. പ്രതി അനീഷിനെ ഈ കേസുമായി ബന്ധപ്പെടുത്തുവാനുള്ള ഒരു സാഹചര്യ തെളിവുകളും പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. കാണാതായി എന്ന് പറയുന്ന മാത്തൻ കൊല്ലപ്പെട്ടതായി പോലും പൂർണ്ണമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ DNA പരിശോധനയിലും മരണപ്പെട്ട എന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന മാത്തൻ്റെയാണ് അസ്ഥികളെന്ന് തെളിയിക്കുവാനും കഴിഞ്ഞിട്ടില്ല. എന്നാൽ കേസിൽ അപ്പീൽ പോകാനാണ് മാത്യൂസിന്റെ കുടുംബത്തിന് തീരുമാനം. അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രോസിക്യൂട്ടറും മാറി മാറി വന്നത് കേസിൽ തിരിച്ചടിയായി എന്നാണ് മകൾ നൈസി പറയുന്നത്. ഇങ്ങനെ ഒരു തെളിവ് കണ്ടെത്തി ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് ഇപ്പൊ 10 വർഷത്തോളമായി. ഇപ്പോഴാണ് വിധി വന്നത്. ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥരാണേലും പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ആണേലും ജഡ്ജാണേലും മാറി മാറി വന്നത് ഈ കേസിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിരിക്കുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കേസിൽ നിർണായക സാക്ഷികളായ 2 പേർ മരിച്ചതും കൊലപാതകം നടത്തിയെന്നതിന് മതിയായ തെളിവുകൾ കണ്ടെത്താൻ ആകാത്തതുമാണ് തിരിച്ചടിയായതെന്നാണ് വിവരം. 2008 നടന്ന കൊലപാതകം 2016 പുറത്തറിഞ്ഞത്. എവിടെയാണ് പാളിച്ച പറ്റിയതെന്ന് പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. എന്തായാലും അപ്പീൽ പോകുമെന്ന് ഉറപ്പായതോടെ ഇനിയും ട്വിസ്റ്റുകൾ ഈ കേസിൽ ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.